ഹലോ, അസ്സലാമലൈക്കും. അങ്ങനെ ദേ ഈ വർഷത്തെ റമളാൻ ഇങ്ങനെ കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ നോമ്പ് കഴിയും. പിന്നെ പെരുന്നാളിൻ്റെ തിരക്കായി. എന്നാലും നമുക്കിപ്പം ആദ്യത്തെ നോമ്പായാലും അവസാനത്തെ നോമ്പായാലും ഒക്കെ ആ നോമ്പിൻ്റെ ഒരു തിരക്ക് അതൊരു പ്രത്യേകത തന്നെ. വൈകുന്നേരങ്ങളിലുള്ള ആ ഒരു തിരക്ക്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആക്കി എടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ അനിയത്തിയുടെ മക്കളുടെ കൂടെ ഉണ്ട്. അവർക്ക് ഈ ഒരു കോഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ മക്കളും അനിയത്തിയുടെ മക്കളും കൂടെ ആയിട്ട് അവർ 6 പേരുണ്ട്. പക്ഷേ ഇത് നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരു 6 പീസാക്കി എടുക്കാമെന്ന് കരുതി പൊളിച്ചെടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ സ്വീറ്റ് കോൺ ഒന്ന് പുഴുങ്ങി എടുത്താൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോമ്പില്ലാത്ത സമയത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ വാങ്ങിക്കാറുണ്ട്. അതിനിടയ്ക്ക് തന്നെ സമോസയ്ക്കുള്ള കാര്യങ്ങൾ സമോസയും കട്ട്ലറ്റും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോള വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ആദ്യം സമോസയ്ക്കാണ് റെഡിയാക്കുന്നത്. ടൈം ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു കട്ട്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഞാനിന്ന് കിച്ചണിലോട്ട് വന്നപ്പോൾ ഇച്ചിരി ഒന്ന് ലേറ്റ് ആയി കേട്ടോ. 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളുള്ളത് കൊണ്ടാണ് 2-3 ഐറ്റം ആക്കാമെന്ന് വിചാരിച്ചത്. എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അത് ഈ ഒരു കോൺ മുറിക്കുന്നത് വല്ലാത്തൊരു പാടാണ് കേട്ടോ. ഇത് വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എന്തെങ്കിലും ഈ അതിനെ സെൻട്രൽ പോർഷനിൽ എത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതോ കുക്കറിലോട്ടാക്കി വെക്കുകയാണ്. കുക്കറിൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കേൾക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ കുറച്ച് മരച്ചീനി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ തന്നെ കുറച്ചൊരു 4-5 കമ്പൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് വന്നതാണ്. മക്കൾക്ക് അത് ചെറിയ പീസായിട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നോമ്പ് തുറക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല പുളിയൊക്കെ വെച്ചിട്ട് ചമ്മന്തിയും കൂടെ അരച്ച് കൊടുത്താൽ ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും ഒരാൾ ഒരു 5-6 പീസ് ചെയ്താൽ കഴിച്ചോളും. പക്ഷേ എടുത്തപ്പം കുറച്ചൊന്ന് അധികമായിപ്പോയി കേട്ടോ. അപ്പം നല്ല നിറയ്ക്ക് വെള്ളം വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടാണ് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വീണ്ടും ഊറ്റുക. ചില സമയത്ത് ഇതിൻ്റെ ഒരു കയ്പ്പുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ഒന്ന് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ രണ്ടടുപ്പിലായിട്ട് ഒന്നിൽ കപ്പയും റെഡിയാക്കാൻ വെച്ചു, ഒന്നിൽ നമ്മുടെ കോണും വെച്ചിട്ടുണ്ട്. അപ്പോൾ കോണ് ഓൾറെഡി എല്ലാം 3-4 വിസിലൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന എയർ ഞാൻ ഓപ്പൺ ആക്കി കളഞ്ഞിട്ട് അതിനൊന്ന് പാത്രത്തിലോട്ട് തട്ടി വെക്കുകയാണ്. ഒന്ന് തണുക്കണമല്ലോ. അപ്പോൾ ചൂടായിരിക്കുമ്പോൾ അവർക്കെടുത്ത് പെട്ടെന്ന് നോമ്പ് തുറക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് കോണൊക്കെ കാണുമ്പോൾ അത് കഴിക്കാനായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ്. നമുക്ക് അതിനങ്ങനെയല്ല. നോമ്പ് പിടിച്ചിട്ടിരിക്കുമ്പോൾ കുറേ ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് ആദ്യം ഇഷ്ടം തോന്നുന്നത് എന്താണ് അതെടുത്ത് കഴിക്കും. അങ്ങനെ കിച്ചണിൽ ഞാൻ തകൃതിയായിട്ട് നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ ആക്കിക്കൊണ്ട് നിന്നപ്പോൾ മോളുടെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നേ. +2-ന് ഇവർ 3 പേരും ഒരു ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. സിയാൻ ആൻഡ് സൽമ, ഇവർ 3 ഒരു ബാച്ച് കേട്ടോ. അപ്പോൾ ഇവരിപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സർപ്രൈസ് എന്ന് പറഞ്ഞൊക്കെ വരാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് ആക്കാമെന്ന് കരുതി. അപ്പോൾ വന്ന കുട്ടിയൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ട് അതൊന്ന് ആക്കിയെടുക്കുകയാണ്. അതേ സമോസയ്ക്കുള്ള കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കോണിലോട്ട് ആക്കി വെച്ചാൽ മതി. പിന്നെ സമോസ ഞാൻ ആ ടൈമിൽ ഒരു 10 മിനിറ്റ് ബാങ്ക് കൊടുക്കാനുള്ള ടൈമിലാണ് ഒന്ന് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. നേരത്തെ ആക്കി വെച്ചാൽ ചിലപ്പോൾ അത് ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമോസ ഷീറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ മാറി വരുമ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാമല്ലോ. അങ്ങനെ ഇതേ ഒരു ജ്യൂസിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി. അതും ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ആകുമ്പോൾ പ്രശ്നമില്ല. കുറച്ച് നേരത്തെ ആക്കി എടുത്താൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. പക്ഷേ ഓറഞ്ച് ജ്യൂസാണ് പ്രശ്നം കേട്ടോ. നമുക്ക് ആ ടൈമിലല്ലാതെ അത് റെഡിയാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന് ആ ഒരു ടേസ്റ്റ് മാറി വല്ലാത്തൊരു കയ്പ്പുണ്ടാവും. ഇത് വലിയ പ്രശ്നമല്ല. അപ്പോൾ ഞാൻ മരച്ചീനി വെച്ചത് തിളയ്ക്കുന്നുണ്ട്. ഒരു വെള്ളം ഊറ്റി രണ്ടാമത്തെ വെള്ളത്തിൽ ജസ്റ്റ് ചൂടായി വരുന്നുണ്ട്. വീണ്ടും തിളയ്ക്കാൻ വേണ്ടി നിൽക്കേണ്ട. പക്ഷെ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം റെഡിയാക്കി ഇതേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു കോണും അതുപോലെ സമോസയും റെഡിയാക്കി, പിന്നെ മരച്ചീനി ചമ്മന്തി ഒക്കെ റെഡിയാക്കി. ഇതേ മക്കൾ നോമ്പ് മുറിക്കുന്ന സമയപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പം കഞ്ഞിയുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് അവർ നമസ്കരിക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് നോമ്പ് കഞ്ഞി കുടിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറെ എന്തെങ്കിലും അപ്പം ദോശ അങ്ങനെ വല്ലതും വേണമെങ്കിൽ മാത്രം ആക്കി കൊടുക്കും. അതൊന്നും കഴിക്കാൻ സാധ്യതയില്ല മിക്കവാറും. പിന്നെ കുറേ വെള്ളമാണ് കുടിക്കുന്നത്.